ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ വേടനെ കുറിച്ചാണ്. അത് ഞാൻ പറയാനുള്ളത്. ഈ വേടൻ പാടുന്ന പാട്ടുകളിൽ ആ റാപ്പ് മ്യൂസിക് ഇല്ലെങ്കിൽ എത്ര പാട്ടുകൾ വിജയിക്കുമായിരുന്നു. ഏതോ വിദേശ രാജ്യങ്ങളിലെ മോഡലിൽ പാട്ട് പാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ പയ്യൻ ചെയ്തു വെക്കുന്നത് നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഈ മതസ്പർദ്ധ ജാതി വ്യവസ്ഥയൊക്കെ പുനരുദ്ധരിക്കാൻ വന്ന പോലെ തോന്നിപ്പോയി കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാനുള്ള യോഗ്യത എന്ത് എന്ന് ഞാൻ ചോദിക്കും. കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ കുഞ്ഞായതിപ്പം വ്യവസ്ഥീകരിച്ചാണ് മതത്തിലൊക്കെ പെടുത്തിയൊക്കെ. പക്ഷേ എനിക്ക് 3 കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഞാൻ ജാതിയില്ല, നോ കാസ്റ്റ് എന്ന് എഴുതി. എനിക്കതിന് പ്രചോദനം കമലഹാസനായിരുന്നു. കേസ് പറഞ്ഞ് കോടതി ജയിച്ചാണ് സ്കൂളിൽ ചേർക്കില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെ 3 കുട്ടികളെ അങ്ങനെ എഴുതി. എൻ്റെ പേരിൽ എന്നെ ഇവിടുത്തെ ഒരു വലിയ സ്കൂളിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ 1ലും 2ലൊക്കെ പഠിക്കുമ്പോൾ മാറ്റി. എന്നിട്ട് എൻ്റെ കുട്ടികളെ കാസ്റ്റ് ഇല്ലയെന്ന് വെച്ചിട്ട് ബിഷപ്പ് പറഞ്ഞു എന്നും പറഞ്ഞ് അത് ബിഷപ്പൊന്നും പറഞ്ഞില്ലായിരുന്നു, അവിടുത്തെ ഒരു സിസ്റ്റർക്ക് തോന്നിയതാണ്. എന്നിട്ട് ഞാനത് കൊണ്ടുപോയി ഇവിടുത്തെ ട്രൈബൽ സ്കൂളിലാണ് ഞാൻ കൊണ്ട് ചേർത്തത്. ആ സ്കൂളിൽ ചെന്നതിൻ്റെ പിറ്റേ കൊല്ലം ഞാൻ PT പ്രസിഡൻ്റായി. എത്രയോ 10-15 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു, എത്ര വർഷം ഞാൻ ഓർക്കുന്നില്ല. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ PT പ്രസിഡൻ്റാണ് ഞാനെന്ന് പറയുമായിരുന്നു. ഇപ്പോഴും ഞാനത് ഞാൻ പണി കഴിപ്പിച്ചതെന്നും പറയുന്നില്ല, കാരണം ഫണ്ടെടുത്ത് ഞാൻ ചെയ്യിച്ചു. ഉള്ള ജലസംഭരണിയും മറ്റേ 2 കുഞ്ഞു കെട്ടിടങ്ങൾ അവിടെ ഇപ്പോൾ 2 നിലയൊക്കെ പണിത് വലിയ സ്കൂൾ, അതൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. വേസ്റ്റ് ബിന്ന് ഒരു വലിയതായിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല ടീച്ചേഴ്സിന് അതിനകത്ത് അവിടെ ഒരു 90% ലേഡി ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്കുള്ള ബാത്റൂം പോലും ഞാനിരുന്ന കാലത്ത് പണിയിച്ചതാണ്. അപ്പം ഞാൻ ആ ട്രൈബൽ സ്കൂളിൽ എൻ്റെ കുട്ടികൾ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ആ സ്കൂളിൽ 80% കുട്ടികളും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പം അത് പോട്ടെ, ഞാൻ കാസ്റ്റില്ലാതെ എഴുതി പഠിപ്പിച്ചതാണ് എൻ്റെ കുട്ടികൾ ഇപ്പം കാനഡയിലും ദുബായിലും ഒക്കെ ഇരിക്കാൻ കാരണം. അവർക്കത് അവിടെ ചെന്നപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. ഈ പലരും പറയും എനിക്ക് ജാതിയില്ല മതം, ഞാനത് പ്രാവർത്തികമൊക്കെ അപൂർവം വരെ അങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഞാൻ നിരീശ്വരവാദിയാണ്, ഈ മാർക്സിസ്റ്റുകാരൻ നിരീശ്വരവാദിയാണ്, ഇങ്ങനെ പറയുന്നവൻ മതവിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയാണ് എന്നൊക്കെ പറയാം. ഒന്നുമല്ല, ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസിയാണ് കേട്ടോ. കാരണം എനിക്ക് തെളിവുണ്ടേലാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നത്. എന്ന് എൻ്റെ ചിന്താഗതി തെറ്റാണെന്നുള്ള തെളിവ് എനിക്ക് കിട്ടിയാൽ അന്ന് ഞാൻ ആ ചിന്താഗതി അത് മാറ്റും. എനിക്ക് ദൈവമില്ല എന്ന് എനിക്കിതുവരെ എനിക്ക് സമർത്ഥിക്കാനോ എൻ്റെ ബുദ്ധിയിലത് എത്താനോ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താലും അതിനകത്ത് ദൈവികത്വം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാനൊരു 10-22 ഷോർട്ട് ഫിലിമുകൾ ചെയ്യുകയും വിവിധ ചാനലുകൾ എൻ്റെ ചാനലുകളുമായിട്ടൊക്കെ ചെയ്യുകയും പിന്നെ ഞാൻ കുഞ്ഞുകുഞ്ഞും പേരഴകനും അടക്കം 10-28 സിനിമ ചെയ്ത ശശിശങ്കർ സാറിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റായിരുന്നു ഞാൻ. ഡോക്ടർ എസ് ജനാർദ്ദനൻ സാറിൻ്റെ, അതായത് സഹസ്രവും മഹാസമുദ്രവും ഒക്കെ എടുത്ത ഡോക്ടർ ജനാർദ്ദനൻ സാറിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിട്ട് 10,000 എപ്പിസോഡ് ഞാൻ ചെയ്തതാണ്. ആ സാറിരിക്കുന്ന ചെയറിൽ എനിക്കേ ഇരിക്കാവുള്ളൂ. അതുപോലെ തന്നെ ബാലു കിരിയത്ത് സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. തുളസിദാസ് സാറിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിരുന്നു. ഇങ്ങനെ കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ബേസിൽ തന്നെ പറയാം. എൻ്റെ ലൈഫിൽ തോൽവികളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നൊന്നും എനിക്ക് തോൽവിയൊന്നുമല്ല. അതെല്ലാം ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നവരാണ്. കാരണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഞാൻ മാറ്റപ്പെടണോ അതിനെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ദൈവമില്ലാതെന്ന് തെളിയിക്കാൻ എനിക്ക് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു മതത്തെ എതിർത്ത് സംസാരിക്കത്തുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇന്നൊരു സൂചി പോലും എടുക്കാത്ത ലോകം കിഴക്ക് യേശുവിനെ ഞാൻ തള്ളിപ്പറയില്ല, ഞാൻ ബുദ്ധനെയും തള്ളിപ്പറയില്ല, ഞാൻ ഒരു മതത്തിൻ്റെ കൃഷ്ണനെ ഒന്നും ഞാൻ തള്ളിപ്പറയില്ല, മുഹമ്മദ് നബിയെ ഞാൻ തള്ളിപ്പറയും. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അവരൊക്കെ വേണമായിരുന്നു. അവർക്കൊന്നും ശേഷം ആരും
ജനിച്ചിട്ടില്ല. അതുപോലൊരാൾ ചുമ്മാ കുറേ കപട ആൾക്കാരൊക്കെ ഉള്ള അല്ലാതെ അവരൊന്നും പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ പക്ഷേ ഒരു മതവിശ്വാസിയല്ല താനും. ഞാൻ ഭയങ്കര പക്ഷേ ഞാൻ ചെയ്ത വർക്കുകളിലെല്ലാം എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ വർക്കുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ വെറും 30 രൂപയ്ക്ക് 3 ചായ മുടക്കിയിട്ട് ഞാൻ മൊബൈലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ദൈവാനുഗ്രഹമാണ്. കാരണം അതുപോലെ തന്നെ 3 ലക്ഷവും കോടികളുടെ വർക്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അതിനകത്ത് ചെയ്ത ഓരോ ഫ്രെയിംസും ഷോട്ട്സും എല്ലാം എനിക്ക് ദൈവം തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ ചിന്തിക്കാൻ ഒക്കില്ല. അങ്ങനൊരു അവസ്ഥയല്ല ഈ കേരളത്തിൽ. എവിടെയാണ് ഈ സവർണത്തോ അവർണത്തോ ഒക്കെ ഉള്ളത്? അതൊക്കെ ചുമ്മാ പറയരുത്. എൻ്റെ അമ്മ വീട്ടുകാർ ജാതിയൊന്നും പറയാൻ പാടില്ല, എന്നാലും നായന്മാരാണ്. അവരുടെ ഏതൊക്കെ കാസ്റ്റിൽപ്പെട്ടവരെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ അച്ഛൻ ക്രിസ്ത്യാനിയാണ്. എൻ്റെ അച്ഛൻ ജനിച്ചപ്പോഴും കല്യാണത്തിനും മരിച്ചപ്പോഴുമാണ് പള്ളിയിൽ പോയത്. എൻ്റെ അച്ഛന് ഒരു 6-7 വർഷം ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മനുഷ്യനാണ്, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട്. അങ്ങനെയൊക്കെയാണ്. എനിക്കിപ്പോൾ രാഷ്ട്രീയമൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, രാഷ്ട്രീയമില്ല മതമില്ല. പക്ഷേ അപ്പം എവിടെയാണ് ഇവിടെ ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എവിടെയാണ് ഈ കേരളത്തിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഇരിക്കുന്നത്? ഇവിടെ എല്ലാം തുല്യമായിട്ടാണ് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. അതിനകത്ത് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കും. ഇതൊക്കെ പണ്ടേ കാലത്ത് അസ്തമിച്ച് പോയ കുറേ സംഭവങ്ങൾ എടുത്തു വെച്ചിങ്ങനെയൊന്നും വേടൻ അത് എന്തിൻ്റെ ബേസിലോ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നതിനകത്തൊന്നും ശരിയാന്ന് തോന്നില്ല. കാരണം മയക്കുമരുന്ന് കേസിലെ പ്രതി പുള്ളി തന്നെ ഞാൻ 2-3 പ്രോഗ്രാം കണ്ടു. 2-3 പുള്ളിയുടെ യൂട്യൂബിൽ അതിലൊക്കെ ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ വലിക്കും കുടിക്കും, പക്ഷെ കുട്ടികളാരും അതിലേക്ക് വീഴരുത്. ഈ പുള്ളിക്ക് എത്ര വയസ്സുണ്ട്? ഇത് കുട്ടി തന്നെയാണ്. അപ്പോൾ പിന്നെ 5 വയസ്സുള്ള കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നന്നാൻ നോക്ക്. ഞാൻ മയക്കുമരുന്ന് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നറിയാമോ? ഞാൻ ഇല്ലയെന്ന് പറഞ്ഞത് സാധാ ബീഡി എന്ന് പറഞ്ഞൊരു സാധനം, സാധാ ബീഡി, അത് മിനിക്കുട്ടി എന്ന് പറഞ്ഞൊരെണ്ണം വലിക്കുമെന്നല്ലാതെ ഞാൻ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ആകെ മദ്യപിച്ചത് പോലും 1 വർഷമാണ് ചില കാലഘട്ടങ്ങളിൽ. അതിനുശേഷം എനിക്കത് എങ്ങനെ നിർത്തിപ്പോയെന്ന് എനിക്കും അറിയില്ല. ഞാനത് തന്നെ പറയാം. പക്ഷേ ഞാനത് നിർത്തി എൻ്റെ ജീവിതം നേരെയാകാൻ വേണ്ടി എനിക്കൊരു വലിയ ക്രൂവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ എന്നാലും അവർക്ക് പിന്നെ എനിക്ക് തോന്നുന്നില്ല വലിയ വലിയ എഴുത്തുകാരും പാട്ടുകാരും ഒക്കെ കഞ്ചാവ് വലിച്ചേച്ച് ഇതൊക്കെ എഴുതാൻ പറ്റും. MDMA ഇതൊന്നും നടക്കുകയില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. മദ്യപിച്ചേച്ചും ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മദ്യപിച്ചേച്ചൊന്നും ക്രിയേറ്റിവിറ്റി ഉണ്ടാകുകയില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഈ ദേവന്മാരുടെയൊക്കെ അങ്ങനെ ഹിമാലയത്തിലിരുന്ന് കഞ്ചാവ് വലിക്കുന്നതൊക്കെയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരാളാണ് എത്ര 25 വയസ്സുള്ള അതിനെയൊന്നും ജാതിയുടെ പേരിലൊന്നും ഇത് ചെയ്തത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെയുള്ള വർഗീയതയൊന്നുമില്ല. ഞാൻ നല്ലൊരു രാഷ്ട്രീയ പാർട്ടി ഞാൻ വർഷങ്ങളോളം പ്രവർത്തിച്ച ഞാൻ അവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. തിരഞ്ഞെടുപ്പുകളിലൊന്നും ഇലക്ഷനും പിന്നെ ഇപ്പോൾ ഏകദേശം സാമ്പത്തിക സമത്വമൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ. അത് ST ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, മറ്റ് കാസ്റ്റുകാരായിക്കോട്ടെ, ഇനി സവർണർ അവിടെ ഈ കേരളത്തിലൊന്നും അങ്ങനെയൊന്നുമില്ല. ആർക്കും പട്ടിണിയുമില്ല. പട്ടിണി അനുഭവിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. പിന്നെ ഈ കാലഘട്ടത്തിലൊക്കെ ഇതിനെയൊക്കെ ചുമന്നുകൊണ്ട് വരരുത്. പണ്ട് പലതൊക്കെ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ ഒരു ജാതിയില്ല, ആകെ ഉള്ളത് ഗോത്രവർഗമാണ്. പണ്ട് മനുഷ്യനുണ്ടായ ഞാനീ ദൈവം സൃഷ്ടിച്ചതെന്ന് വിചാരിക്കുന്നില്ല. പരിണാമത്തിൻ്റെ ഇതായിട്ട് തന്നെ വന്നതാണ്. അത് ജീവനുൽപ്പത്തി ഉണ്ടായി, അങ്ങനെ ജീവൻ ഒക്കെ ഉണ്ടായി വന്നതാണ്. നമുക്ക് നമ്മുടെ ഇതിലല്ല, ഈ പാലാഴിയിലല്ല, അതിൻ്റെ അടുത്തേലൊക്കെ ജീവൻ്റെയൊക്കെ അതൊന്നും നമുക്ക് ഒരിക്കലും എത്തപ്പെടാൻ കഴിയും. നമ്മുടെ ആയുസ് എടുത്താൽ പോലും അവിടെയൊന്നും ഈ പ്രപഞ്ചത്തിൽ എന്തോരും പാലാഴി തന്നെ ഉണ്ടെന്നറിയാവും. അത് തന്നെ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു നമ്മൾ നിൽക്കണം. അതിരില്ല എന്നുള്ളതാണ്. അതിരില്ല ഇതിനൊന്നും. ഈ പ്രപഞ്ചത്തിന് അതിരുണ്ടോ? അതിരുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം കാണുകയില്ല. അപ്പുറം ഇല്ലാത്ത അതിരെവിടെയാണ് ഉള്ളത്? അതിരുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തീരണം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ചത് കൊല്ലം DB കോളേജ് ശാസ്താംകോട്ടയാണ്. ഞാൻ അവിടെ
10% അതർ കാസ്റ്റിൻ്റെ ഒരു ഇതിൽ 90%, 100 പേര് വരുമ്പം 10 പേർക്ക് അതർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലാണ്. എന്നെ അവിടെ ഭയങ്കര റാഗിങ് കൊണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. അവിടെ ഡിഗ്രിക്കാർ, പ്രീ ഡിഗ്രിക്കാർ, അത് എൻ്റെ കൂടെ നിന്ന് 9 പ്രീ ഡിഗ്രിക്കാരാണ്. ആ 8 പേരെ അവർ തല്ലിയിട്ടുണ്ട്. എന്നെ സംരക്ഷിച്ചത് അവിടുത്തെ കുട്ടികൾ തന്നെയാണ്. അത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പഠിച്ചത്? പോസ്റ്റ് മെട്രിക് എന്ന് പറഞ്ഞാൽ ST കുട്ടികൾക്ക് വേണ്ടി ഇത്. അവിടെ ഒന്നും ഞാനിവിടെ പോയി അവിടെ പഠിച്ചൊന്നും എന്നെ ആരും ഉപദ്രവിച്ച് എന്നെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ആ സമയത്തും അവിടെ ഒരു MLA മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിയുടെ മോൻ വന്ന് അങ്ങനെ ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയപ്പം എൻ്റെ കൂട്ടുകാർ ഞങ്ങളൊക്കെ ഒന്നാവും ജോയ്സാന്ന് പറഞ്ഞപ്പം എൻ്റെ ആ കൂട്ടുകാരായിരുന്നു. അവർ പറഞ്ഞു ജോയ്സിനെ ഒന്ന് നീ തൊടുകയെന്ന് പറഞ്ഞവരും അവിടെ ഉള്ളവരാണ്, കൊല്ലത്തുള്ളവരാണ്. അതൊക്കെ ഞാൻ അവിടെയൊക്കെ പഠിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചാണ്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഞാൻ ഇടുക്കിയിലക്കാരനാണ്. ഇവിടെയൊന്നും ജാതിയും വർഗീയതയും വെച്ചൊന്നും ആരും കൂട്ടുകൂടുന്നും. വിവാഹം എവിടെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ് പോലും എങ്ങാണ്ട് 50% നടക്കുന്നുള്ളൂ. ഇവിടെ ആരാണ് കാസ്റ്റ് നോക്കി കെട്ടുന്നത്? കാശ് നോക്കി കെട്ടും, പക്ഷേ കാസ്റ്റ് നോക്കി കെട്ടാറില്ല. ഇപ്പോൾ ആർക്കാണ് സമ്പന്നരാണ് എല്ലാവരും. ഇവിടെ ആരെയും മാറ്റി ഇരുത്താനോ ഇവിടെ ആർക്കും കുമ്പിളി കഞ്ഞിയൊന്നും ആരും കൊടുക്കുന്നില്ല. ഞാൻ പറയാൻ കാരണം ഞാനൊരു ജാതിയുടെ വർഗത്തിൻ്റെയും ബേസ് ചെയ്തല്ല. ഈ സമയത്ത് ഇത് ഇളക്കി വിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്നെ അതിനകത്ത് കുറേ പുള്ളിയുടെ ഇതിനകത്ത് കണ്ട പയ്യൻ്റെ മുസ്ലിം സമൂഹം കൂടെയാണ്. ഈ മുസ്ലിം സമൂഹത്തിൽ, അതായത് മുസ്ലിം ശതമാനക്കണക്കെടുക്കണം. മുസ്ലിം സമൂഹത്തിൻ്റെ ശതമാനക്കണക്കിൽ ഏത് കാസ്റ്റിൽ നിന്ന് വന്നവരാണ് കൂടുതൽ? ആ ബേസിൽ ആ ഒരു ബോധം ആ മുസ്ലിം കാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വിവാഹത്തിന് വേർതിരിവ് ഒന്നും കാണാനില്ല. ഷാഫിന്നോ അനഫിന്നോ റാവുത്തറെന്നോ കോയാന്നോ ഒന്നും കാണാറില്ല. അവരൊക്കെ ഒരു 90% അവർ ആ മുസ്ലിമായിട്ട് അംഗീകരിക്കും. അതിലേക്ക് വന്ന അവരുടെ ആചാരപ്രകാരം. അതിനകത്തും ഈ ചെന്നവരിങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യരുത്. വെറുതെ വേടൻ പറഞ്ഞ പയ്യൻ എന്ത് അർത്ഥമാണ് ആ പാട്ടിനൊക്കെ ഉള്ളത്? ആരെയൊക്കെയാണ് ചീത്ത വിളിക്കുന്നത്? ഈ സവർണർക്ക് വേണ്ടിയും സംസാരിക്കാൻ ആൾ കാണും, അവരും പറയും. അപ്പോൾ അവർണരാകും. എപ്പോഴും ചിന്തിക്കുക, ഒരു വിഭാഗക്കാർ, അതായത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ വളർത്തും. നിലവിലൊരു 5-8 കൊല്ലം മുമ്പ് ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിന് ദുരുപയോഗപ്പെടുത്തുമാണ്. ഈ ഇടയ്ക്കൊക്കെയാണ് ഞാൻ ഒരു ദിവസം ഒരു പാർട്ടിയുടെ കമ്മിറ്റിയിലിരുന്ന് പറഞ്ഞാണ്, ഇതൊന്നുമല്ല വിഷയം, അടുത്ത് വരാൻ പോകുന്നത് ജാതിയുടെ പേരിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ കളികൾ നടക്കും എന്ന് ഞാൻ പറഞ്ഞവനാണ്. ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചേച്ച് ജില്ലാ നേതാവ്, ഞാൻ പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണെന്നറിയാം, അതുകൊണ്ട് പറയുന്നില്ല. എന്നെ വിളിച്ച് ചോദിച്ചതിന് എന്താ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന ഇത് സാമ്പത്തികം കീമ്പത്തിയും ഒന്നുമല്ല, പുരോഗമനവും വികസനവും ഒന്നുമല്ല. ഇനി വരുന്ന ഇത് വർഗീയ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയുള്ളൂ. അതിന് ഒത്തിരി പേര് കളം കൂട്ടുന്നുണ്ട്. ഒരാളെ ഒരു ഭാഗത്തെ ആക്രമിക്കുക, തിരിച്ചാക്രമിക്കുക, അങ്ങനെ ഒരു അവസ്ഥ ഇപ്പം നിലവിൽ ആ അവസ്ഥ നിൽക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ള ഭീകരമായ രീതിയിൽ. ആ സമയത്ത് എന്തിൻ്റെ പേരിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആ പയ്യന് എന്ത് സെൻസാണുള്ളത്? ആ പയ്യന് എന്ത് നോളജാണുള്ളത്? ഈ കുറേ ഒരു സ്റ്റേജ് എന്ന് വെച്ച് പാടുന്നിടത്ത് ഞാൻ പണ്ടെങ്ങാണ്ട് ഒരു 4 കൊല്ലം മുമ്പ് ഒരു അമ്മാരെന്നത് ഏതാണ്ടൊക്കെ ചുമ്മാ മുടി നീട്ടി വളർത്തി ഏതാണ്ടൊക്കെ ചെയ്തേച്ച് അമ്മാരുടെ ഒന്നും ക്ലിക്കും ആയിട്ടില്ല. അമ്മാരുടെ കൂടെയൊക്കെ നിന്ന് വെച്ച് ഇങ്ങനെ ചെയ്യുക. അതിന് ജാതിയുടെ സപ്പോർട്ടൊന്നും കൊടുക്കരുത്. കാരണം അവനോട് ശരിക്കും ഈ ഇന്ത്യയെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ ശാസ്ത്രത്തെക്കുറിച്ചോ വൈദ്യത്തെക്കുറിച്ചോ അവൻ്റെ വിദ്യാഭ്യാസം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ ഈ റാപ്പ് മ്യൂസിക്കൊക്കെ കണ്ടാച്ച് അങ്ങനെ ഞാനും എഴുതി ചെയ്ത് കാണിക്കട്ടെ? ഞാൻ എഴുതി ചെയ്ത് കാണിക്കാതെ ഞാൻ ഇത്രയൊക്കെ വർക്ക് ചെയ്താൽ ഞാനും എൻ്റെ കോലമൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പം ഞാനല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ചേച്ചി കാണിക്കട്ടെ. അതുപോലെ 4 വരി എഴുതി അയച്ച് അങ്ങനെ ഇങ്ങനെ കണ്ടവരെയൊക്കെ തെറി പറയുന്ന ഒരു ആളെയൊക്കെ സപ്പോർട്ട് ചെയ്തേക്കുക. കാരണം കേരള സമൂഹം അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ ആരും ജാതിയുടെ പേര് വിവാഹം പോലും കഴിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ദൈവത്തെ മതത്തിലൂടെ കാണുന്നു. എന്ത് കാരണം കൊണ്ടും മതത്തിലൂടെ ആണെങ്കിലും എന്തിലാണെങ്കിലും ദൈവത്തെ കാണുന്നത് നല്ലതാണ്. ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞൊക്കെ പണ്ടൊക്കെയാണ് യുദ്ധം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ദൈവങ്ങളുടെ പേര് പറഞ്ഞൊക്കെ പണ്ടൊക്കെ യുദ്ധങ്ങളും ഭയങ്കര ഇതാണ്. ഇപ്പോൾ എവിടെയാണ്, ഏത് രാജ്യമാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് യുദ്ധം ചെയ്യുന്നത്?
അത് കുറേ പൊട്ടന്മാർ അവരനുഭവിക്കും. സോമാലിയയിലൊക്കെ ദാരിദ്ര്യം, അവിടെയൊക്കെ എന്തോരം ചെയ്താലും ഒന്നും രക്ഷപ്പെടില്ല. ചില രാജ്യങ്ങളൊക്കെ അവർ തന്നെ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കി അവർ തമ്മിൽ തല്ലി കീറുന്ന പട്ടിണി കിടക്കുകയല്ലാതെ അവിടെ പട്ടിണിയില്ല. എല്ലാ രാജ്യങ്ങളും സഹായിക്കാൻ തയ്യാറാണ്. അതൊക്കെ അതുകൊണ്ട് ദയവായി അതൊക്കെ നിർത്തണം. ആ പയ്യനെ പറഞ്ഞ് തിരുത്തണം ആരെങ്കിലും വിവരമുള്ളവർ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.